നമസ്കാരം. ചാനൽ 91 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ. മെയ് 12 നടക്കുന്ന മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം സുഗമവും സുരക്ഷിതമായി നടത്തുന്നതിന് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന യോഗം പെരിയാർ ടൈഗർ റിസർച്ച് ഈസ്റ്റ് ഡിവിഷൻ ഓഫീസ് കോമ്പൗണ്ടിലെ കുമളി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ ചേർന്നു. കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തുന്ന ഭക്തർക്കായി വിവിധ വകുപ്പുകൾ ഏർപ്പെടുത്തുന്ന സജ്ജീകരണങ്ങൾ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെയും തേനി ജില്ലാ കളക്ടർ രഞ്ജിത് സിംഗിന്റെയും നേതൃത്വത്തിൽ ചേർന്ന ഇരു സംസ്ഥാനങ്ങളുടെയും വിവിധ വകുപ്പ് തലവന്മാരുടെ അവലോകന യോഗത്തിൽ വിലയിരുത്തി. പരിസ്ഥിതി സൗഹൃദമായി ഭക്തരുടെ സുരക്ഷയ്ക്കും വനത്തിന്റെയും ക്ഷേത്രത്തിന്റെയും പരിപാവനതയുടെ സംരക്ഷണത്തിനും മുൻതൂക്കം നൽകി നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ബുദ്ധിമുട്ടില്ലാതെ ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഈ മെയ് 12 നമ്മൾ മംഗളാദേവിൻ്റെ ചിത്ര പൗർണമി ഫെസ്റ്റിവൽ ഉത്സവമാണ്. അതിനുവേണ്ടി നമ്മൾ തേനി ജില്ലാ ഭരണകൂടത്തിനും ഇടുക്കി ജില്ലാ ഭരണകൂടം ഒരുമിച്ച് കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ജില്ലാ പോലീസ് മേധാവി, ഫോറസ്റ്റ് അതോറിറ്റീസ്, ഹെൽത്ത്, പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് ആൾക്കാരുണ്ടായിരുന്നു. സോ നമുക്ക് എല്ലാ വർഷങ്ങളും പോലെ തന്നെ നമ്മുടെ പിൽഗ്രിംസിന് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സംവിധാനവും ഉണ്ടാവും. അതിന് പുറമെ കുറച്ചും കൂടി കൂടുതൽ ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഡിസ്കഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ പിൽഗ്രിംസിൻ്റെ സുരക്ഷയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് പെരിയാർ ടൈഗർ റിസർവ് ആണ്. ആ ടൈഗർ റിസർവ്ക്ക് പോകാനും വരാനുമുള്ള സമയം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ഉള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്, വെള്ളത്തിൻ്റെ ഉറപ്പാക്കിയിട്ടുണ്ട്, ഭക്ഷണവും ഉറപ്പാക്കിയിട്ടുണ്ട്. അതേപോലെ അവിടേക്ക് പോയി വരാനുള്ള ജീപ്പ് കാര്യത്തിലും നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. സോ എല്ലാവരും ഈ റൂൾസ് പാലിച്ചിട്ട് തന്നെ നല്ല രീതിയിൽ സുരക്ഷിതയായിട്ടുള്ള ഒരു ഉത്സവം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. യോഗത്തിൽ ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ്, പോലീസ് സൂപ്രണ്ട് വിഷ്ണു പ്രദീപ് IPS, ശ്രീവല്ലി പുത്തൂർ മേഖല ടൈഗർ റിസർച്ച് ഡെപ്യൂട്ടി ഡയറക്ടർ S ആനന്ദ്, തേനി DFO R സമർത്ഥ, പെരിയാർ ടൈഗർ റിസർച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ IS സുരേഷ് ബാബു, ഇരു സംസ്ഥാനങ്ങളുടെയും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യത്യസ്ത വാർത്താ മാധ്യമങ്ങൾ സമൂഹത്തിന്റെ ശക്തി കേന്ദ്രങ്ങളാണെന്ന് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രി രാംദാസ് അത്തേവാല IMA ഹൗസിൽ ഹോം ന്യൂസ് മാഗസിൻ .com പോർട്ടലിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോം ന്യൂസ് എന്നാൽ വീടിന്റെ വാർത്തകൾ എന്നാണ് അർത്ഥമെന്നും വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹോം ന്യൂസ് മാഗസിൻ .comൽ അറിയിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോം ന്യൂസ് മാഗസിൻ ചീഫ് എഡിറ്ററും ആർക്കിടെക്റ്റുമായ ഡോക്ടർ നജീബ് അധ്യക്ഷത വഹിച്ചു. ഹോം ന്യൂസ് എന്ന് പറയുന്നത് ആർക്കിടെക്ട്സിന് തുറന്നു പറയാനുള്ള ഒരു വേദി. കാരണം ഞങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽസിന് എന്തെങ്കിലും കാര്യങ്ങൾ ഒരാളുടെ പറയാനുള്ള ഒരു വേദിയില്ല. ദർ ഇസ് നോ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ബൗണ്ടറീസ് അവർക്കില്ല. അവർ കംപ്ലീറ്റ് മാറി നിൽക്കുന്നൊരു സമുദായമായിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ള ആർക്കിടെക്ട്സ്. ഈവൻ ദോ ദേ ആർ ദ ക്രിയേറ്റേഴ്സ് ഓഫ് ദ മെനി ബിൽഡിങ്സ് ഇൻ കേരള ആൻഡ് ഓൾ ഓവർ ദ വേൾഡ്. പക്ഷെ അവർക്കെല്ലാം അവരുടെ ആഗ്രഹങ്ങളും അവരുടെ പ്രശ്നങ്ങളും എല്ലാം സംസാരിക്കാനും ഒരു വീട് പണി എങ്ങനെയാണ് എന്നൊക്കെ നടത്തുന്നതിനും അതിനുള്ള മെറ്റീരിയൽസൊക്കെ എങ്ങനെയാണെന്നും സംഘടിപ്പിക്കുന്നു, അതിൻ്റെ മെറ്റീരിയൽസ് ക്വാളിറ്റി എങ്ങനെ കാണിക്കാമെന്നുള്ളതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാഗസിനാണ് ഈ ഹോം ന്യൂസ് എന്ന് പറയുന്നത്. കേരള മീഡിയ അക്കാദമി ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ തലപ്പത്തു നിന്നും റിട്ടയർ ചെയ്ത ഹേമലത, ഹോം ന്യൂസ് മാഗസിൻ .com പത്രാധിപ സമിതി അംഗം സുനിത എന്നിവർ പ്രസംഗിച്ചു. ആർക്കിടെക്ട് രംഗത്തെ നൂതന പ്രവണതകൾ ഉൾപ്പെടെ അവതരിപ്പിക്കുന്ന ഹോം ന്യൂസ് മാഗസിൻ .com വാസ്തുവിദ്യ, രൂപകൽപ്പന, നിർമ്മാണം എന്നിവയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിവുകൾ പങ്കുവെക്കുന്നതിനോടൊപ്പം വാസ്തുശില്പികളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുവാനും ഉൾക്കാഴ്ചകൾ പങ്കിടാനും സൃഷ്ടിപരമായ സ്വാതന്ത്ര്യം വിനിയോഗിക്കുവാനുള്ള അവസരമായിരിക്കും പോർട്ടൽ നൽകുക. വാഗസ് കരൂർ പടന്ന ഒരുക്കുന്ന കാസ്കോ കപ്പിന് വേണ്ടിയുള്ള പടിയത്ത് പുത്തക്കാട്ടിൽ ഇബ്രാഹിംകുട്ടി മെമ്മോറിയൽ അഖിലേന്ത്യാ ഫുട്ബോൾ മേളയ്ക്ക് കരൂർ പടന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമായി. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ആയൂബ് കരൂർ പടന്ന അധ്യക്ഷത വഹിച്ച പ്രമുഖ ഡാൻസറും സിനിമാ താരവുമായ ഉത്തര ഉണ്ണി, UAE പ്രമുഖ ട്രേഡിംഗ് കമ്പനിയായ ഫൈൻ ടൂൾസ് ഡയറക്ടർ VA അബ്ദുൽ ഗഫൂർ എന്നിവർ മുഖ്യ അതിഥികളായി. മെൽബ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ അസീസ് ഹാജി പടിയത്ത് പുത്തൻകാട്ടിൽ, അബ്ദുൾ ഗഫൂർ ഹാജി, പഞ്ചായത്ത് അംഗങ്ങളായ MH ബഷീർ, KA സദഖത്തുള്ള മോഹനൻ, രക്ഷാധികാരി ഫസൽ പുത്തൻകാട്ടിൽ, PTA പ്രസിഡന്റ് ഉമ്മർ
ഫറൂഖ്, ക്ലബ് പ്രസിഡന്റ് VI അഷ്റഫ്, സെക്രട്ടറി KM ഷമീർ, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ മനോജ് അനിക്കര, ചീഫ് കോർഡിനേറ്റർ ഫഹദ് പുള്ളിക്കൽ, SFH പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. NH 544 ഗതാഗത കുരുക്കഴിക്കാൻ താൽക്കാലിക പാതയൊരുക്കി തൃശൂർ റൂറൽ പോലീസ്. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS, RTO, NHAI ഉദ്യോഗസ്ഥർ, മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ NH 544 റോഡിലെ ബാക്ക് സ്പോട്ട് റെക്ടിഫിക്കേഷൻ ഭാഗമായി നടത്തുന്ന അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടിയ മീറ്റിംഗിൽ എടുത്ത തീരുമാനപ്രകാരം റോഡിലെ ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലിക പാതയിലൂടെ ചെറിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി. എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ മുരിങ്ങൂർ പാലം കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് കോനൂർ, നാലുകെട്ട്, തിരുമുടിക്കുന്ന്, SCMS കോളേജ് വഴി കറുകുറ്റിയിൽ എത്തിച്ചേരുന്ന വിധമാണ് വഴി തിരിച്ചുവിട്ടത്. NH 544 ദേശീയപാതയിൽ എറണാകുളം ഭാഗത്തേക്കുള്ള ട്രാക്കിലെ തിരക്ക് കുറഞ്ഞതായി കാണപ്പെട്ടു. തുടർന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങളെ പൊങ്ങണത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കൊരട്ടി, കാതികൂടം, കാടുകുട്ടി വഴി സഞ്ചരിച്ച് മുരിങ്ങൂർ എത്തിച്ചേരുന്ന വിധം വഴിതിരിച്ചു വിട്ടതിൽ ഈ ഭാഗത്തേക്കുള്ള ട്രാക്കിലെ തിരക്ക് കുറഞ്ഞതായും കാണപ്പെട്ടു. താൽക്കാലിക പാതയിൽ വാഹനങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ആവശ്യമായ ദിശാ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങളിലും ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിലും ദേശീയപാതയിലെ ചെറിയ വാഹനങ്ങൾ താൽക്കാലിക പാതയിലൂടെ തിരിച്ചുവിടുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണെന്നും NH 544 റോഡിലെ അടിപ്പാത നിർമ്മാണം കഴിയുന്നതുവരെ താൽക്കാലിക പാതയിലൂടെയുള്ള ചെറിയ വാഹനങ്ങൾ വഴിതിരിച്ച് വിടുന്നതായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇതോടെ ചാനൽ 91 8 മണി വാർത്തകൾ സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ 8 മണിക്ക് കാണുന്നവരെ ഏവർക്കും ശുഭദിനം.